ശ്രീ എൻ കെ അബ്ദുൽ അസീസ്, അതായത് മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാവിനെതിരെ, യൂത്ത് ലീഗ് നേതാവിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കെ ടി ജലീൽ ഉയർത്തിയത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ആ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്വന്തം വീട്ടിൽ ഒരു മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരാൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിന് നിയമപരമായ പ്രതിരോധം ഒരു പൗരൻ എന്ന നിലയിൽ പോലും അനിവാര്യമായ കടമയായി അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ടായിട്ട് അദ്ദേഹം അത് ചെയ്തില്ല. ശരിയാണ്, സഹോദരൻ്റെ പ്രവൃത്തിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകൻ, ഒരു പൗരൻ എന്ന നിലയിൽ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ടായിരുന്നു, അത് ചെയ്തില്ല. രണ്ടാമതാണ് ഇപ്പോൾ ഗുരുതരവും ഗൗരവവുമായ ആരോപണങ്ങൾ എത്തുന്നത്. ഇന്ന് കെ ടി ജലീൽ ഉയർത്തി, അതും മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് അന്തിമ വാക്കായി കരുതുന്ന ഖുർആൻ ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം ചോദിച്ചത് ചില ചോദ്യങ്ങൾ. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലീഗിനോ യൂത്ത് ലീഗിനോ പി കെ ഫിറോസിനോ ആകുമോ താങ്കളുടെ പരിപ്രേക്ഷ്യത്തിൽ? ശ്രീ കെ ടി ജലീൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ കൃത്യമായ തെളിവ് സഹിതമുള്ള ആരോപണങ്ങളാണ്. വെറും ആരോപണമായി കാണാൻ കഴിയില്ല, അതിനെ തെളിവ് സഹിതം ഉള്ള ആക്ഷേപങ്ങളുമായാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇതുകൊണ്ടൊന്നും അവസാനിച്ചു പോകും മുസ്ലിം ലീഗിനെതിരായ ആരോപണം എന്ന് വിശ്വസിക്കുന്നയാളല്ല ഞാൻ. കാരണം മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും പാരമ്പര്യവും നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 2-3 പതിറ്റാണ്ടുകൾക്കിടയിൽ ലീഗ് നേതാക്കന്മാർക്കെതിരായെല്ലാം ധാരാളക്കണക്കിന് ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് കെ ടി ജലീലാണല്ലോ പത്രസമ്മേളനം നടത്തിയത്. എങ്ങനെയാണ് കെ ടി ജലീൽ മുസ്ലിം ലീഗിന് പുറത്തേക്ക് പോകേണ്ടി വന്നത്? കെ ടി ജലീൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ടി ജലീൽ ലീഗിനകത്ത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കലാപത്തിൻ്റെ ഇരകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിക്കണം എന്ന് തീരുമാനിക്കുകയും ആ ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തു. അവിടുത്തെ ഗുജറാത്ത് ഫണ്ട് പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു പോയ, ആയിരക്കണക്കിന് ആളുകൾ അനാഥരാക്കപ്പെട്ടു പോയ ഗുജറാത്തിൽ ആ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനും സൗകര്യമൊരുക്കാനും ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയും സ്വകാര്യ വ്യക്തികൾ, നേതാക്കൾ ഉൾപ്പെടെ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ പരാതിയായി കെ ടി ജലീൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉന്നയിച്ചു. അതോടൊപ്പം സുനാമി ഫണ്ടും അദ്ദേഹം ഉന്നയിച്ചു. ഈ 2 പ്രധാനപ്പെട്ട ഫണ്ടുകളെക്കുറിച്ച് ജലീൽ ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു പ്രസ്ഥാനം നടത്തേണ്ടത് ജലീലിൻ്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന അന്വേഷണമാണ്. പകരം ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ലീഗ് നേതൃത്വം ചെയ്തത്. അവിടെ അവസാനിച്ചില്ല. അതിനുശേഷം നമുക്ക് ഓർമ്മയുണ്ട്, വടക്കേ ഇന്ത്യയിലെ കത്വ ഉന്നാവ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഫണ്ട് പിരിവ് നടത്തി. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ശ്രീ യൂസഫ് പടനിലം എന്ന് പറയുന്ന പ്രവർത്തകൻ അതിനെതിരായി പരാതി കൊടുത്തു. യൂസഫ് പടനിലത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അന്വേഷണത്തിൽ വസ്തുതയുണ്ടോ എന്നല്ല പരിശോധിച്ചത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മലപ്പുറത്ത് ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു വിവാദമാണല്ലോ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗുകാരൻ, ഇസ്മായിൽ എന്ന പേരിലുള്ള മുസ്ലിം ലീഗുകാരൻ, അദ്ദേഹം വലിയ തോതിൽ ക്രമക്കേടും അഴിമതിയും ആളുകളിൽ നിന്ന് പണപ്പിരിവും നടത്തി മുങ്ങി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അതിനെതിരായ അന്വേഷണം എവിടെയും എത്തിയില്ല. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഏറനാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ്റെ സമ്പത്ത് ഈ ഇസ്മായിൽ തട്ടിയെടുത്തു എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. അതിൽ വസ്തുതയുണ്ടോ എന്നാണല്ലോ ലീഗ് നേതൃത്വം പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെയും ലീഗ് പുറത്താക്കി എന്ന് പറഞ്ഞാൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യമായ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്ന സത്യസന്ധരായ ആളുകൾക്ക് ലീഗിൽ സ്ഥാനമില്ല എന്ന് പറയുകയും കള്ളക്കടത്തുകാരും കൊള്ളസംഘക്കാരും അഴിമതിക്കാരുമായ ആളുകളെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന കാഴ്ചയാണ് ലീഗിനകത്ത് കാണാൻ കഴിയുന്നത്. ഈ നേതാക്കന്മാർക്ക് നമ്മുടെ നാട്ടിൽ പിരിവ് നടത്താം, ആ പിരിവിന് കണക്ക് പറയേണ്ടതില്ല, അവർക്ക് വിദേശത്തേക്ക് ആ ഫണ്ട് കടത്താം, അങ്ങനെ വിദേശത്ത് അവർക്ക് വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാം, അതിലൂടെ അവർക്ക് എല്ലാ നിലയിലും പാർട്ടിയെയും സമൂഹത്തെയും നിയന്ത്രിക്കാം. നമുക്കറിയാം, ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും ശ്രീ പി കെ ഫിറോസ് 5.25 ലക്ഷം ഇന്ത്യൻ ഉറുപ്പിക ശമ്പളം വാങ്ങുന്നു, അല്ലെങ്കിൽ 22,000 ദിർഹം ശമ്പളം വാങ്ങുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇന്നത്തെ പുതിയ അറിവ്. അതിൻ്റെ എല്ലാ തെളിവുകളും നമുക്കിടയിൽ ഇരിക്കുക. ഇത് കെ ടി ജലീൽ തന്നെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പി കെ ഫിറോസ് എന്ന് പറയുന്ന സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ വിദേശത്ത്
അദ്ദേഹത്തിന് ഈ ജോലിയുള്ളതിൻ്റെ ID കാർഡാണ് ഈ കാണുന്നത്. ഇത് അദ്ദേഹം തുറന്നു കാണിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് നമുക്ക് കാണാൻ കഴിയും. എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് മാത്രമല്ല വിസ കോപ്പി നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ PK ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള ക്രമക്കേടിൻ്റെ ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്താണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിനകത്ത് പറയുന്നത് ഏതാണ്ട് 25 ലക്ഷത്തോളം ഉറുപ്പിക അദ്ദേഹത്തിന് കടമുണ്ട് എന്നാണ്. കടമുള്ള ആളുകളുടെ മുഴുവൻ പേരുകളും അദ്ദേഹം ആ അഫിഡവിറ്റിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള PK ഫിറോസ് എങ്ങനെ കോടികൾ ഉണ്ടാക്കി? അദ്ദേഹത്തിന് പാരമ്പര്യമായി സമ്പത്തുണ്ടായിരുന്നോ? അദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വിദേശയാത്രയും വലിയ തോതിലുള്ള സമ്പത്ത് ആവശ്യമുള്ള വ്യവസായ സ്ഥാപനങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയതായി നമുക്ക് കാണാൻ കഴിയും.